ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. മറ്റൊന്നിലേക്കും ചിന്ത പോകണ്ട, മറിച്ചൊരല്പസമയം യേശുവേ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അല്പസമയം നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഈ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, നിങ്ങളെവിടെയാണെങ്കിലും, നിങ്ങളുടെ ജീവിത നിയോഗം എന്തു തന്നെയാണെങ്കിലും, നിങ്ങളുടെ ഭാരം എന്തു തന്നെയാണെങ്കിലും അത് സമർപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, നിന്നെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ വലിയ സ്നേഹം അനുഭവിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള രോഗപീഠകളുള്ളവരുണ്ട്. നിന്റെ രോഗത്തിൻ്റെ നടുവിൽ ഈശോ നിന്നിൽ പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, നിന്നെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, കാരണം ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ, വിശ്വസിക്കുക. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നീ ഇന്ന് അനുഭവിക്കുന്ന രോഗപീഠകൾ ഈശോയ്ക്കറിയാം. നിന്റെ സാമ്പത്തിക ദുരിതങ്ങൾ ഈശോയ്ക്കറിയാം. നിന്റെ കുടുംബത്തിലെ തകർച്ചകൾ ഈശോയ്ക്കറിയാം. ഈശോ നിന്നിൽ അതിശക്തമായി ഇടപെടുന്ന സമയമാണ്. ഈശോയ്ക്ക് നിന്നെ അത്രമേൽ സ്നേഹമാണ്. ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ്. ഓരോ വ്യക്തിയും അത് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ്. ആ ഈശോയെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്ത് തകർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നീ വിശ്വസിക്കുക. ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ്. ഈശോയ്ക്ക് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. ഈശോ എന്നെ ഒരിക്കലും അവഗണിക്കുകയില്ല. ഈശോ എന്നെ തള്ളിക്കളയുകയില്ല. ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. കണ്ണുകളടച്ച്. നമ്മുടെ ഉയർത്തിയ കൈകൾ ശൂന്യമാണ്. ഈ ഉയർത്തിയ കൈകളിൽ ദൈവസ്നേഹം അനുഭവിച്ച്, കർത്താവേ, അങ്ങ് നൽകുന്ന സ്നേഹം എൻ്റെ ഈ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ അന്തരീക്ഷത്തിലും ഒഴുകുന്നു, എൻ്റെ കുടുംബത്തിൽ ഒഴുകുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹമാണ് എന്നെ നിലനിർത്തുന്നത്. യേശുവേ, എന്നെ സ്നേഹിക്കുന്ന യേശുവേ, ഞാൻ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, നന്ദി പറയുക. പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ച എന്താണോ ആ തകർച്ച സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. മക്കളെക്കുറിച്ച് ഭാരമുണ്ടോ ആ ഭാരം സമർപ്പിച്ച് സ്തുതിക്കുക. ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരമുണ്ടോ ആ ഭാരം സമർപ്പിച്ച് സ്തുതിക്കുക. ജോലി ഭാരമുണ്ടോ അത് സമർപ്പിച്ച് സ്തുതിക്കുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ അത് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, എന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനമേ ഒരുമിച്ച് വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ കണ്ട ദൈവത്തെ ഞാൻ കണ്ടുവെന്ന് പഴയ നിയമത്തിൽ ഹാഗാർ പറഞ്ഞതുപോലെ ഞാനും വിശ്വസിക്കുന്നു.
ഈ ശുശ്രൂഷ അവസരത്തിൽ ഞാൻ ഏറ്റെടുക്കുന്ന ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അറിയാവുന്നത് പോലെ ഒരല്പസമയം എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരാധന 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 ആരാധന. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടാൻ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൈയടിച്ച് കണ്ണുകളടച്ച് കൈയടിച്ചോളൂ. സങ്കീർത്തനം 138 വചനം 3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അത്ഭുതകരമായൊരു ശക്തിയായി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. നന്നായിട്ട് കരങ്ങളൊക്കെ അടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളുടെ മേലും അതിശക്തമായിട്ട് കടന്നു വരുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ? കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. പന്തക്കുസ്തായുടെ അനുഭവം. കാറ്റായി കടന്നു വന്ന പരിശുദ്ധാത്മാവ്, തീയായി കടന്നു വന്ന പരിശുദ്ധാത്മാവ്, മഴയായി കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് 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 പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണം. പാടിക്കേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പാടിക്കേ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പാടാം. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പഠിക്കേ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായി കാറ്റായ എന്നിൽ വീശണമേ, മഴയായി മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ. തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ, കാറ്റായ എന്നിൽ വീശണമേ, മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധ കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, യേശുവിനാത്മാവേ, എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധാത്മാവേ വിളിക്കട്ടെ വിളിക്കട്ടെ
വിളിക്കട്ടെ വിളിക്കട്ടെ പരിശുദ്ധാത്മാവിനെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. സങ്കീർത്തനം 138:3 ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയെയും ശക്തിപ്പെടുത്തട്ടെ. തളർന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. മനസ്സിൽ ബലം നഷ്ടപ്പെട്ട ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് ബലം നൽകട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ 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 വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ. ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ബലപ്പെടട്ടെ. പോരാ, നല്ല കൈയടി. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ആഗ്രഹിക്കണം. ആമേൻ. ലോകമോഹങ്ങൾ അകറ്റുവാനായി കാറ്റായ എന്നിൽ പാപചങ്ങല പൊട്ടിച്ചെറിയാൻ തീയായ എന്നിൽ കത്തണമേ. ലോകമോഹങ്ങൾ അകറ്റുവാനായി കാറ്റായ എന്നിൽ വീശണമേ. പാപചങ്ങല പൊട്ടിച്ചെറിയാൻ തീയായ എന്നിൽ കത്തണമേ. ലോകമോഹങ്ങൾ അകറ്റുവാനായി കാറ്റായ എന്നിൽ വീശണമേ. പാപത്തിൻ മാലിന്യം കഴുകാൻ മഴയായി എന്നിൽ പെയ്യണമേ. വരദാനത്തിൻ അഭിഷേകവുമായി കൃപയായി നിറയണമേ. ആമേൻ. പാപത്തിൻ മാലിന്യം കഴുകാൻ മഴയായി എന്നിൽ പെയ്യണമേ. വരദാനത്തിൻ അഭിഷേകവുമായി കൃപയായി നിറയണമേ. തീയായി കരങ്ങൾ ഉയർത്തി. തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ ഈ ശുശ്രൂഷ സമയത്ത് വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ പാപമാലിന്യങ്ങളും ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ തീയാല് ഇതാ എരിഞ്ഞടങ്ങുവാൻ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മലിനപ്പെടുത്തുന്ന എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വലിയ വിടുതൽ നൽകണമേ. കാലാകാലങ്ങളായി കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ പാരമ്പര്യ രോഗപീഠകളും എല്ലാ മാലിന്യങ്ങളും എല്ലാ ഘടകദോഷങ്ങളും എല്ലാ ജീവിതത്തിന്റെ ദുർമാർഗങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവജനത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാൻ വിശ്വസിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, പാടി തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, ഉയർത്തി തീയായ എന്നിൽ കൈകളണിച്ച് കാറ്റായ എന്നിൽ പാടി പാടി മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. മഴയായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ വീശണമേ. മഴയായ എന്നിൽ പെയ്യണമേ. പരിശുദ്ധാത്മാവേ, തീയായ എന്നിൽ കത്തണമേ. കാറ്റായ എന്നിൽ സംഭവിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ്, കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ ഈ ദൈവജനത്തിന്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ശരീരത്തിലെ രോഗപീഠങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കപ്പെടട്ടെ. മനസ്സിലെ ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ മനസ്സിലെ ഭാരങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. വലിയ സന്തോഷം നൽകി പരിശുദ്ധാത്മാവ് അനേകരെ ബലപ്പെടുത്തുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും നാവ് തുറന്ന് ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കണം. ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടാൻ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആരു തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ ഏതു തന്നെയാണെങ്കിലും, നീ വിശ്വസിക്കുക, നിന്നിലും എന്നിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് റൂഹ നിന്നിൽ പ്രവർത്തിക്കുന്ന സമയം. സങ്കീർത്തന പുസ്തകം 138 വചനം 3, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ക്ഷീണിച്ചിരിക്കുന്ന പലരുമുണ്ട്, ഭാരപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ ക്ഷീണം, നിന്റെ ദുഃഖം, നിന്റെ മനസ്സിലെ ചോദ്യങ്ങളും സംശയങ്ങളും, ഉറക്കം കിട്ടാത്ത അവസ്ഥ, മനസ്സിലെ വലിയ നെരിപ്പോട് പോലെയുള്ള ചില അനുഭവങ്ങൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തി. എങ്ങനെയെന്നറിയോ? പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ശക്തി നൽകും. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും, എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകും. പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യം, ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ആവശ്യമുള്ള വലിയൊരു കൃപ, ധൈര്യം. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഈ ശുശ്രൂഷ സമയത്ത് എന്നിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, എനിക്ക് ധൈര്യം വേണം, എനിക്ക് ധൈര്യം വേണം. എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് ധൈര്യം വേണം. എൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ധൈര്യം വേണം. പലപ്പോഴും നമ്മൾ വീണു പോകുന്നു, പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകുന്നു. എല്ലാ കാര്യത്തിൽ നിന്നും ചിലരൊക്കെ പുറകോട്ട് പോകുന്നു. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകാതിരിക്കാൻ, ഞാൻ വീഴാതിരിക്കാൻ, ശക്തിയോടുകൂടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാൻ പരിശുദ്ധാത്മാവെ, എനിക്ക് നിന്റെ ശക്തി വേണം. ആത്മാവേ, എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവേ, എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. സാധിക്കുന്ന ഓരോരുത്തരും രണ്ട് കരങ്ങളും കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ച്, കണ്ണുകളടച്ച് കുരിശാകൃതിയിലൊന്ന് വിരിച്ചു പിടിച്ച്, കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കുരിശിൽ കിടക്കാൻ ഈശോയ്ക്ക് ശക്തി നൽകിയത് പരിശുദ്ധാത്മാവാണ്. ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ നിലവിളിച്ച് പ്രാർത്ഥിച്ചില്ലേ? പിതാവായ ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രാർത്ഥിച്ച സമയത്ത് വചനം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു ശക്തി യേശുവിനെ ബലപ്പെടുത്തി, ധൈര്യപ്പെടുത്തി. ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവര്, ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നവര് രണ്ട് കരങ്ങളും ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു. ഭാരപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിലെ അവസ്ഥ എന്തും ആയിക്കൊള്ളട്ടെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ തകർച്ചകൾ എന്തും ആയിക്കൊള്ളട്ടെ, നീ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തുന്നു. തീയായി, കാറ്റായി, മഴയായി പരിശുദ്ധാത്മാവ് എന്നിൽ പെയ്തിറങ്ങുന്നു. തീയായി എന്നിൽ കപ്പണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, റൂഹ സംഭവിക്കട്ടെ. തീയായി എന്നിൽ കപ്പണമേ, ആമേൻ. കാറ്റായി എന്നിൽ വീശണമേ, യെസ് കർത്താവേ, മഴയായി എന്നിൽ പെയ്യണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. തീയായി എന്നിൽ കപ്പണമേ, കാറ്റായി എന്നിൽ വീശണമേ,
മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. തീയായി എന്നിൽ കത്തണമേ, കാറ്റായി എന്നിൽ വീശണമേ, മഴയായി എന്നിൽ പെയ്യണമേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊള്ളൂ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെ ആത്മാവിൽ ബലപ്പെട്ട് സ്വീകരിക്കാൻ, കൈകാര്യം ചെയ്യാൻ ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകപ്പെടാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ചേർന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നമ്മുടെ വലതും ഇടതും ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അവരുടെ കൈയൊന്ന് ചേർത്ത് പിടിച്ചേ. കണ്ണുകളടച്ച്. അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അവസ്ഥ നിനക്കറിഞ്ഞുകൂടാ, ഇയാളുടെ മാനസിക അവസ്ഥ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാ. കർത്താവെ, അങ്ങേക്കെല്ലാം അറിയാം. കർത്താവ് ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ വ്യക്തിയെയും ഈ വ്യക്തിയുടെ അനുഭവങ്ങളെയും ജീവിത അവസ്ഥയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ചേർത്ത് വെക്കുന്നു. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോളൂ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഇതാ ഈശോ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജു എന്നുള്ള ഒരു പേര് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി നൽകുന്നു. ആരോ അതിശക്തമായി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് നടുവ് വേദന മൂലം വിഷമിക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് വ്യക്തമായിട്ട് അനുഗ്രഹിക്കുന്നു. വത്സല എന്നുള്ളൊരു പേര് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ സ്നേഹം ഒഴുകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഈശോയുടെ സ്നേഹമാണ് നിന്നിൽ ഒഴുകുന്നത്. അപ്പനെ വേണ്ടത്ര രീതിയിൽ ശുശ്രൂഷിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെടുന്ന കുടുംബാംഗമേ, വിഷമിക്കേണ്ട. അപ്പൻ്റെ മരണശേഷം ആ കുടുംബത്തിൽ ഈ അംഗത്തിന് വലിയ വിഷമമാണ്. എനിക്കെൻ്റെ അപ്പനെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ, സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ. ഈശോ പറയുന്നു, നീ വിഷമിക്കേണ്ട, നിന്റെ മനസ്സിലെ ഭാരം ഈശോ എടുത്തു മാറ്റുന്നു. ഈ ഉള്ള കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നന്നായി സ്നേഹിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സ്നേഹം നിന്നിൽ ഒഴുകുന്നു. ഇടവക ദേവാലയത്തിൽ ഒരു ചർച്ചാവേളയിൽ അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ആ കുടുംബാംഗം. ഈശോ പറയുന്നു, സഹോദരാ, നീ വിഷമിക്കേണ്ട, ദേവാലയത്തോട് നീ വെറുപ്പ് കാണിക്കേണ്ട, ആ കൂട്ടായ്മയോട് വെറുപ്പ് കാണിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. നിന്റെ അവസ്ഥ പരിശുദ്ധാത്മാവിന് അറിയാം. നിന്നിൽ പരിശുദ്ധാത്മാവ് സ്നേഹം നൽകുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തിയും ഹൃദയത്തിൽ ഏറ്റെടുക്കുക. സ്വന്തം ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്നേഹം അത് ഈശോ നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രത്യേകത തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. കർത്താവെ, അപ്രകാരം ഒരു സ്നേഹ അനുഭവം ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ കർത്താവ് നൽകുന്നു. അത് സ്വീകരിച്ചോളൂ. കർത്താവ് നിന്റെ കൂടെയുണ്ട്. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഈശോയ്ക്ക് നിന്നെ അറിയാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം എന്നോടും നിന്നോടും പഠിപ്പിക്കുകയാണ്. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ശുശ്രൂഷ അവസരത്തിൽ ഓരോ വ്യക്തിയോടും, 1-2 പേരോടല്ല, ഓരോ വ്യക്തിയോടും ഈശോ സംസാരിക്കുകയായിരുന്നു. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവ് സൗഖ്യവും കൃപയും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയെ നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന രക്ഷക
ആരാധന. ആരാധന ആരാധന രക്ഷക ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്